ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലൈനിങ്ങോട് കൂടിയുള്ള ഒരു ചുരിദാർ ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയല്ലോ. ഇനി നമുക്കതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഫ്രണ്ട് പാർട്ടിലെ തുണിയുടെ നല്ല ഭാഗം മുകളിൽ വരത്തക്ക രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലൈനിങ് നമുക്കതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ലൈനിങ്ങിൻ്റെ നല്ല ഭാഗവും ചുരിദാറിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഇതുപോലെ ഇട്ട് കഴുത്തിൻ്റെ നെക്ക് ലൈൻ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ടും തമ്മിലൊരു പിന്ന് വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്, തുണി തെന്നി മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആ നെക്ക് ലൈനിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെയിൻ തുണിയിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാം. എപ്പോഴും ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രം മെയിൻ തുണിയിൽ കഴുത്ത് വെട്ടിയെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. നമുക്കിതുപോലെ കഴുത്ത് വെട്ടിയെടുക്കാം. ഈ ലൈനിങ് തുണി ഇനി നമ്മൾ ഉള്ളിലോട്ട് മടക്കിയെടുക്കും. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റിച്ചിലോട്ട് കയറ്റി കട്ട് ചെയ്യരുത്. പിന്നെ ഈ കോർണർ ഭാഗത്ത് ഇച്ചിരി ഇറക്കി വെട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉള്ളിലോട്ട് മടങ്ങി കിട്ടും. ഇനി നമുക്ക് ലൈനിങ് ഉള്ളിലോട്ട് തിരിച്ചെടുക്കാം. അപ്പോൾ ഈ സ്റ്റിച്ച് ഉള്ളിൽ പോകും, ലൈനിങ്ങിൻ്റെയും മെയിൻ തുണിയുടെയും നടുക്കായിട്ട് വരും. ഇനി നമുക്ക് ഇവിടെ ഒന്ന് നല്ല രീതിയിൽ പതിച്ചടിച്ചു കൊടുക്കാം. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ സെയിം ഇതുപോലെ തന്നെ നല്ല വശവും വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം നമുക്കിതുപോലെ നെക്കിൻ്റെ ലൈനിൽ കൂടെ അടിച്ചു കൊടുക്കാം. തുണി തിരിഞ്ഞു പോവരുത്, നമ്മൾ ജോയിൻ ചെയ്യുന്ന തുണിയുടെ വശം തമ്മിൽ തിരിഞ്ഞു പോവരുത്. ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ തുണിയിൽ ആ കഴുത്തങ്ങ് വെട്ടിയെടുക്കാം. ശേഷം ആ സൈഡൊന്ന് ചെറുതായിട്ട് നമ്മൾ ഫ്രണ്ടിൽ നെക്ക് ചെയ്തതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ലൈനിങ് നമുക്ക് തിരിച്ചിടാം. ഉള്ളിലോട്ട് ലൈനിങ് തിരിച്ച് മടക്കിയെടുക്കാം. നെക്ക് ലൈൻ നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. സെയിം നമ്മൾ ഫ്രണ്ടിലെ കഴുത്ത് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് ചെയ്തെടുക്കാം. നമുക്കിവിടെ രണ്ട് ഫ്രണ്ടിലെയും ബാക്കിലെയും കഴുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ട നമുക്ക് ഷോൾഡറാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിനിത് നല്ല വശവും തമ്മിൽ ചേർത്തിട്ടിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ ആ പോയിന്റിൽ രണ്ട് ലൈനിങ്ങും തമ്മിൽ നമുക്കിങ്ങനെ വിരിച്ചെടുക്കാം. മടക്കി ഇതുപോലെ നമുക്ക് ഷോൾഡർ എടുത്തതിന് ശേഷം ഈ ഒരു ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ നൂല് കാണാതെ നമുക്ക് ഷോൾഡർ അടിക്കാൻ വേണ്ടിയിട്ടാണ്. തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നമുക്ക് ഷോൾഡർ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ അതുപോലെ തന്നെ ലൈനിങ് തിരിച്ചെടുത്ത് ഇതിൽ ഒന്ന് അടിച്ചു കൊടുക്കുക. നമുക്ക് നല്ല പെർഫെക്ഷനിൽ കിട്ടും. തയ്യൽ തുമ്പൊന്നും ഉള്ളിൽ കാണാത്ത രീതിയിൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ഇതുപോലെ അടിച്ച് കിട്ടി. ഇനി ഇതുപോലെ തന്നെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, നമുക്ക് തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് പോകും. തയ്യൽ തുമ്പ് കാണാതെ നമുക്ക് ഷോൾഡർ നല്ല ഭംഗിയിൽ കിട്ടും. നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് ഇനി നമുക്ക് വേണ്ടത് സ്ലീവാണ്. സ്ലീവ് പിടിപ്പിക്കാനായിട്ടാണ്. പിന്നെ സ്ലീവിൽ ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി സാധാരണ നമ്മൾ സ്ലീവ് എടുക്കുമ്പോൾ
താഴ്ഭാഗത്ത് ഇതുപോലെ വെച്ച്, അതായത് നല്ല വശത്ത് ഇതുപോലെ വെച്ച് നമ്മൾ ഉള്ളിലോട്ട് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് ലേസ് ഉള്ളതുകൊണ്ട് ഞാൻ ഉൾവശത്ത് തന്നെ വെച്ചിട്ട് ഉള്ളിലോട്ട് തന്നെ മടക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ആ ലേസിൻ്റെ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഉള്ളിലോട്ട് മടക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എടുത്ത് ഞാൻ ഉള്ളിലോട്ട് തന്നെ മടക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഷോൾഡറിൻ്റെ ആ ഭാഗവും കൂടെ ഒന്ന് അടിച്ച് ജോയിൻ ചെയ്യാം. ഇവിടെ ലൈനിങ് ഒരു ഇത്തിരി കുറവുണ്ട്, അത് കുഴപ്പമില്ല. സ്റ്റിച്ച് ഈ ഒരു ലെവലിലാണ് സ്റ്റിച്ച് വരിക, അപ്പോൾ അതൊരു പ്രശ്നമല്ല. പിന്നെ നമുക്ക് ഈ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അടിച്ചു കൊടുക്കുമ്പം ജസ്റ്റ് ഒന്ന് തിരിയാൻ വേണ്ടി. പിന്നെ നമ്മൾ സ്ലീവ് എടുക്കുമ്പം ഒരു വശത്ത് നമ്മൾ ഇറക്കി വെട്ടിയിരുന്നില്ല, ആ ഭാഗം വേണം മുൻവശം വരാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ സെൻറ്റർ പോയിൻ്റ് ഈ ഷോൾഡറിൻ്റെ ഈ ലൈനിൽ കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് നമുക്കിതിലെ ഇങ്ങനെ കറക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഈ ഷോൾഡർ പോയിൻ്റാണ് കറക്റ്റ് ആ മിഡിൽ പോർഷൻ വരുന്നത്, അത് മാറിപ്പോകരുത്. നമുക്ക് അവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് കറക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ പകുതിക്കുന്ന ഒരറ്റം വരെ നമ്മൾ അടിച്ചു. ഇനി നമുക്ക് ആ അടിച്ച് തീർന്ന അറ്റത്ത് നിന്ന് ഒന്നുകൂടെ ഫുള്ളായിട്ടങ്ങ് ഇപ്പുറത്തെ അറ്റം വരെ അടിച്ചു പോകാം. തുണി മടങ്ങി പോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. മടങ്ങിപ്പോയാൽ ഷോൾഡറിൻ്റെ അവിടെ മടക്കുകൾ വരും, പിന്നെ അഴിച്ചടിക്കേണ്ടി വരും. അപ്പോൾ തുണി മടങ്ങി പോവാതെ ഒരറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ അത് കറക്റ്റായിട്ട് അങ്ങ് അടിച്ചു പോവുക. കൈ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, മടക്കുകളൊന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. മടക്കുകളൊന്നും ഇല്ലാതെ നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് വശത്ത് മറ്റേ കൈയും കൂടെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ആ ഭാഗം നമ്മൾ ഷേപ്പ് കൈ തമ്മിൽ ജോയിൻ ചെയ്ത് ഇതുപോലെ നമ്മൾ സ്ലിറ്റിൻ്റെ ഒരു പോയിൻ്റ് കണ്ടില്ല, അവിടം വരെ അടിച്ചെടുക്കുക. ഇവിടെയാണ് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു പോയിൻ്റ് വരെ അടിച്ച് സ്റ്റോപ്പ് ചെയ്യുക, അവിടെ ലോക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക. നമുക്കിത് ഇതുപോലെ കിട്ടും. എവിടെയാണോ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇനി നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ അതിനായിട്ട് 1 ഇഞ്ച് ആദ്യം തയ്യൽ തുമ്പ് കൊടുത്തിരുന്നില്ലേ, അത് നമുക്ക് ഇതുപോലെ 1/2 ഇഞ്ച് വീതം മടക്കി ഉള്ളിലോട്ട് മടക്കി പോയിൻ്റ് വരെ, പോയിൻറ്റിന് ഒരു ഇത്തിരി മുന്നേ വരെ നമ്മൾ മടക്കി വയ്ക്കുക. അങ്ങനെ താഴെ വരെ നമ്മൾ ഉള്ളിലോട്ട് ഇതുപോലെ 1/2 ഇഞ്ച് എടുത്ത് ഉള്ളിലോട്ട് മടക്കി വയ്ക്കുക. നമുക്കിതൊന്ന് അയൺ ചെയ്തോ അല്ലെങ്കിൽ പിന്നു കുത്തിയോ കറക്റ്റായിട്ട് വെക്കാവുന്നതാണ്. താഴെ വരെ ഇതുപോലെ മടക്കിയെടുക്കുക. ഇതുപോലെ മടക്കിയെടുത്ത് നമുക്ക് ഈ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഉള്ളിലെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഈ പോയിൻറ്റിൻ്റെ ഇവിടെ എത്തുമ്പോൾ ഉണ്ടല്ലോ, ആ പോയിൻറ്റിന് തൊട്ട് മുന്നേ വരെ ഒരു 1 ഇഞ്ച് മുന്നേ വരെ നമ്മൾ ഇതുപോലെ മടക്കി വയ്ക്കുക. എന്നിട്ട് നമുക്കിത് ആ 1 ഇഞ്ച് വരെ, അതായത് ആ പോയിൻറ്റിൽ നിന്നും മുകളിലോട്ട് 1 ഇഞ്ച് വരെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ അടിച്ചെടുത്ത് അവിടെ നിന്നും തിരിക്കുക. ഇപ്പുറത്തെ സൈഡിലോട്ട് തിരിച്ച് ഇപ്പുറത്തെ സൈഡും ഇതുപോലെ മടക്കി ഉള്ളിലോട്ട് മടക്കി ഇതുപോലെ അടിച്ച് താഴോട്ട് കൊണ്ടുവരിക. ഇനി ആ താഴെ വരെ നമുക്ക് ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി നേരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ലേസ് ഇത്തിരി വിട്ടു പോയിട്ടുണ്ട്, അത് പിന്നീട് അറ്റാച്ച് ചെയ്ത് അവിടെ കട്ട് ചെയ്ത് കളയാം. ഇത് ഈ ഒരു ഇതുപോലെ നമുക്ക് കിട്ടും, കണ്ടോ. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ അടിച്ചെടുക്കുക. ശേഷം ഏറ്റവും അടിഭാഗത്ത് നമുക്കിതുപോലെ മടക്കി അടിച്ചെടുക്കാം. ഫ്രണ്ടിൽ ഞാൻ മടക്കി അടിക്കുന്നില്ല, അവിടെ എനിക്ക് ലേസ് വർക്ക് ഉള്ളതുകൊണ്ട് ഫ്രണ്ടിൽ ഞാൻ മടക്കി അടിക്കുന്നില്ല. ബാക്ക് വശം ഇതുപോലെ മടക്കി അടിക്കുക. ഈ ഒരു രീതിയിൽ മടക്കി അടിച്ചെടുക്കുക. ലൈനിങ് ഞാൻ മുന്നേ അടിവശം മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചുരിദാർ റെഡിയായി. നമുക്ക് സ്ലിറ്റ് ടോപ്പ് നമുക്കൊരു മണിക്കൂറിനുള്ളിൽ തന്നെ വെട്ടി തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.